മോശയെ ദൈവം ഒരു ദൗത്യത്തിനായി ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പറഞ്ഞു വിടുമ്പോൾ, അവന് പ്രത്യക്ഷനാകുമ്പോൾ, നോക്കൂ, പർവ്വതത്തിൽ മിഥ്യാൻ ദേശത്ത് തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ നോക്കി നടക്കുമ്പോൾ മുൾപ്പടർപ്പിൽ തീജ്വാലയ്ക്കുള്ളിൽ ദൈവം വെളിപ്പെട്ടു. ജീവനുള്ള ദൈവം, സംസാരിക്കുന്ന ദൈവം, കാണുവാൻ കഴിയുന്ന ദൈവം, പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം. അങ്ങനെ മോശ ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു പുതിയ അനുഭവമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ മോശ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അവനെ ധൈര്യപ്പെടുത്തി. അനേക വാഗ്ദാനങ്ങൾ അവന് കൊടുത്തു. ജീവനുള്ള ദൈവമായി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യഹോവ എന്ന ആ നാമം മോശയ്ക്ക് ഒരുപാട് വിശ്വസിക്കുവാൻ കഴിഞ്ഞു. ആ ദൈവത്തെ അതിരുകടന്ന് മോശ വിശ്വസിച്ചു. മിദ്യാൻ ദേശത്ത് നിന്ന് മിസ്രൈമിലേക്ക് പോകുവാൻ മോശ തീരുമാനിച്ചു. ദൈവം അവസാനമായി മോശയെ വിളിച്ചു പറഞ്ഞു. അവനോട് പറയുന്നത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ, മോശേ, നിന്റെ നാവിനെ ഞാൻ ബലപ്പെടുത്തുന്നു. നീ വിക്കനാണെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കാം. നിന്റെ ശരീരത്തെയും ആത്മാവിനെയും ദേഹികളെയൊക്കെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. നോക്കൂ, അതിൽ കൂടുതൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വടിയും മോശെ ഏൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം. എങ്കിലും ആ മിഥ്യാൻ ദേശത്ത് നിന്ന് മിസ്രൈമിലേക്ക് യാത്രയാകുവാൻ തുടങ്ങുന്ന മോശയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. എന്താണ് ആ പ്രശ്നം? ദൈവം നോക്കിയിട്ടൊന്നും ആദ്യം അവൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലായി. അവൻ ഓരോരോ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞു. എനിക്ക് പകരം വേറൊരാളിനെ കണ്ടെത്തണം. ഞാൻ അശക്തനാണ്, എനിക്ക് സംസാരിക്കുവാൻ കഴിയില്ല. ദൈവം ഓരോന്നോരോന്ന് പ്രശ്നങ്ങൾ കഴിച്ച് വരികയാണ്. ഒടുവിൽ ഫൈനലായി ഒരു പ്രശ്നത്തിൻ്റെ മുൻപിലെത്തി. ആ പ്രശ്നം അവൻ അന്ന് പുതിയതായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല. അവൻ്റെ ജനനം മുതൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ്. നോക്കൂ, ആ പ്രശ്നത്തിൻ്റെ വലയിൽ അവൻ പെട്ടിരുന്നത് കൊണ്ട് അവൻ്റെ അമ്മയപ്പന്മാർ അവനെ 3 മാസം ഒളിപ്പിച്ചു. എന്താണെന്നറിയ പ്രശ്നം? മരണഭയം. പ്രൈസ് ദി ലോർഡ്. 3 മാസം മരണഭയത്താൽ അവൻ ചത്തുപോകുവാൻ, കൊന്നുകളയുവാൻ, കൊല ചെയ്യുവാൻ ഉണ്ടായിരുന്നതിനാൽ 3 മാസം അവനെ ഒളിപ്പിച്ചു. ആ ഒളിപ്പിച്ചിടത്തൊക്കെ ആ മരണത്തിൻ്റെ ഭയം അവനെ വേട്ടയാടി. അതിനുശേഷം അവനെ ഒഴുക്കിക്കളഞ്ഞു. ആ ആറ്റിൽ കൂടെ, ആ പുഴയിൽ കൂടെ അവനെ വഹിച്ചു കൊണ്ടിരുന്ന ഞാങ്ങണപ്പെട്ടകം ഒഴുകുമ്പോഴും മരണഭയത്താൽ ആ ശിശു കരഞ്ഞു. അങ്ങ് ദൂരെ ഒരു കൂട്ടം തോഴിമാർ അവനെ രക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും മരണഭയം. സംസാരിക്കുന്നിടത്തും, പഠിക്കുന്നിടത്തും, ജീവിക്കുന്നിടത്തും, കഴിക്കുന്നിടത്തും, പോകുന്നിടത്തും എല്ലാം മരണഭയം. അത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം മുതൽ, ബാല്യം മുതൽ അവനെ വേട്ടയാടുന്ന ഒരു പൈശാചിക ബന്ധനം. ദൈവത്തിന് സ്തോത്രം. മിഥ്യാനിലെ ആ യിത്രോവിൻ്റെ ആടുകളെ നോക്കി നടക്കുമ്പോഴും അല്പം സമയം കിട്ടുമ്പോൾ അവൻ പർവ്വതത്തിൽ നിന്ന് തല ഉയർത്തി നോക്കും. മിസ്രൈമിൽ നിന്ന് ആരെങ്കിലും അവനെ അന്വേഷിച്ചു വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസുകാർ, CID അവൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ടോ എന്നൊന്ന് അവൻ നോക്കും. കാരണം ചില പ്രശ്നങ്ങൾ അവന് മിസ്രൈമിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മനസ്സിലായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മോശയ്ക്ക് യാത്രയാകുവാൻ കഴിയുകയില്ല. ഒടുവിൽ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരമായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ കടന്നു വന്നു. ദൈവം ഇങ്ങനെ മോശയോട് പറഞ്ഞു. മോശേ, യഹോവ മിഥ്യാനിൽ വെച്ച് മോശയോട് പറഞ്ഞത്, മിസ്രൈമിലേക്ക് നീ മടങ്ങിപ്പോക. നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി. എല്ലാവരും മരിച്ചുപോയി. ആരും ശേഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ, അതിനുവേണ്ടി ആസൂത്രണം ചെയ്തവർ എല്ലാവരും മരിച്ചുപോയി എന്നുള്ളതായ ഒരു ധൈര്യമാണ് മോശയെ മുൻപോട്ട് യാത്രയാക്കുവാൻ അവനെ ബലപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പ് യിത്രോവിനോട് ചെന്ന് മോശ പറയുകയാണ്,
എൻ്റെ സഹോദരവർഗം ആരെങ്കിലും ജീവനോടുണ്ടോ എന്ന് ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. കാരണം മോശയ്ക്ക് ഭയം, അവനോടുള്ള വൈരാഗ്യം കൊണ്ട് അവൻ്റെ സഹോദരവർഗത്തിൽ വലിയൊരു പങ്കിനെ ഫറവോനും സൈന്യവും വകവരുത്തി കാണും. അവരിന്ന് ജീവനോടിരിപ്പില്ല, നാമാവശേഷമായി അവരുടെ ഗോത്രങ്ങളൊക്കെ നശിച്ചുപോയി എന്നൊരു പക്ഷെങ്കിൽ മോശ വിചാരിച്ചു കാണും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിനൊരു പദ്ധതി നിന്നെ കൊണ്ടുണ്ടെങ്കിൽ ആദ്യം നിന്നെ നശിപ്പിക്കുവാൻ തക്കം നോക്കിയിരിക്കുന്ന ശത്രുക്കളെ, നിന്നെ കൊന്നൊടുക്കുവാൻ നോക്കിയിരിക്കുന്ന ശത്രുക്കളെ ദൈവം വകവരുത്തും. അതിനുശേഷം മാത്രമേ നിന്നെ യാത്രയാക്കുവാൻ ദൈവം കടന്നു വരികയുള്ളൂ. ഇത്തരുണത്തിൽ മോശയ്ക്ക് പ്രതീകമായി നാം കാണുന്നതായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. അവൻ എന്താണ് നമുക്ക് ചെയ്തത്? എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരെയൊക്കെയും ക്രിസ്തുയേശുവിൻ്റെ മരണത്താൽ താൻ വിടുവിച്ചിട്ടാണ് നമുക്ക് ജയോത്സവം തന്ന് നമ്മെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുമാറാക്കിയത്. ഇന്ന് ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ അടിമത്തം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഏബ്രഹാം ലിങ്കൺ അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ കൊണ്ടുവന്നായ നിയമപരമായ ചില ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. അത് നിയമവിരുദ്ധമാണ് അവിടെ. പക്ഷെങ്കിൽ ചില ഭാഷകളിൽ സ്റ്റിൽ ഇറ്റ് റിമെയിൻസ് ഇൻ എ ഡിഫറെൻറ്റ് വേർഷൻസ് ആൻഡ് ലാംഗ്വേജസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. എങ്ങെങ്ങോ ടാൻസാനിയയിൽ വെച്ച് തുടങ്ങിയതായ ഈ അടിമക്കച്ചവടം ആഫ്രിക്കൻ നാടുകളിലെല്ലാം പുരോഗമിച്ചു വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അങ്ങ് പരന്നു. മനുഷ്യനെ മൃഗങ്ങളെപ്പോലെ കച്ചവടം ചെയ്ത് അടിമകളായി ഓരോരോ രീതിയിൽ അക്ഷരികമായ അടിമത്തരം ദൈവം ഭൂമിയിൽ വാഴുമാറാക്കി. എങ്കിലും അതിനെക്കാട്ടിലും അപകടകരമായിട്ടുള്ളത് മരണത്തിന് അടിമകളായിരുന്നവരുടെ ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വന്നു. ഒരു ഏബ്രഹാം ലിങ്കനെ കൊണ്ട് അമേരിക്കയിൽ മാത്രമേ അടിമക്കച്ചവടം നിർത്തലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂലോകത്തിൻ്റെ സകല കോണുകളിലും സകല അഖിലാണ്ടത്തിലും മാനവജാതിയെ മുഴുവനും മരണഭീതിയിൽ നിന്ന് ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, അവരെ സ്വതന്ത്രരാക്കുവാൻ ഇതാ നമ്മുടെ കർത്താവ് ക്രൂശിലേറിക്കൊണ്ട് അവൻ ജയോത്സവം കൊണ്ടാടി മരണത്തിന്മേൽ ജയം കൊണ്ടു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് 3-ാം ദിവസം അവൻ മരണത്തിന്മേൽ ജയോത്സവം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷരായി ഇന്നും ജീവനുള്ള ദൈവമായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുള്ളൊരു വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അന്ന് മോശയ്ക്ക് മിഥ്യാൻ ദേശത്ത് വെളിപ്പെട്ട് അരുളി ചെയ്ത ദൈവം, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയിരുന്നവർ ഒക്കെ എല്ലാവരും മരിച്ചുപോയി എന്ന് പറഞ്ഞതായ അതേ ശബ്ദം ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്ന നമ്മെ ഒക്കെയും മാനവജാതിയെ, മനുഷ്യജാതിയെ മുഴുവനും ഇതാ സ്വതന്ത്രരാക്കിക്കൊണ്ട് നിത്യജീവൻ്റെ സന്ദേശം നമുക്ക് തന്നുകൊണ്ട് എങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എൻ്റെ അടുത്ത് വരുന്ന എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ നിത്യജീവൻ കൊടുക്കും, ലോകം തരാത്ത സമാധാനം ഞാൻ അവന് കൊടുക്കും, ജീവനും സമൃദ്ധിയായ ജീവനും അവനിൽ നിന്നൊഴുകേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. മരണഭയത്തിൽ നിന്ന് മാത്രമല്ല, രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നും തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നുള്ളതായ ആ വലിയ സുവിശേഷ വചനം ലോകത്തിൽ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മരണഭയത്തിൽ നിന്ന് ജീവപര്യന്തം മരണഭയത്തിൽ നിന്ന് വിടുതലായി
അവങ്കലേക്ക് നോക്കി വിടുതൽ ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ച എത്ര പേർ നമ്മുടെ മുൻപിലുണ്ട്? നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിലും, ഒരുപക്ഷെങ്കിൽ നാം ക്രിസ്ത്യാനിയാണെങ്കിലും, ഒരു മുട്ടുസൂചി കൊണ്ടുപോലുമുള്ള വേദന സഹിക്കുവാൻ വയ്യാതെ നാം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാണോ? അങ്ങനെയുള്ളവർക്ക് ഈ വചനം യോഗ്യമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരണഭയത്തിൽ നിന്ന് നിന്നെ വിട്ടുവെച്ചു, നീ മരിച്ചു. ഈ ലോകത്തിൽ നിന്റെ ശരീരത്തെ മാത്രമേ കൊല്ലുവാൻ ഈ ലോകത്തിലെ മനുഷ്യർക്ക് അവർക്ക് കഴിയൂ എന്നുള്ളതായ വെളിപ്പാട് നിനക്ക് തന്നു. എന്നാൽ കൊല്ലുവാൻ കഴിയാത്തതായ, മരിക്കുവാൻ സാധ്യതയില്ലാത്തതായ, നശിപ്പിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്തതായ ഒരു ദേഹി നിൻ്റെ ഉള്ളിലുണ്ട്, ഒരാത്മാവ് നിൻ്റെ ഉള്ളിലുണ്ട്. അവൻ്റെ വിടുതലിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. അവനെ സ്വതന്ത്രരാക്കണം, അവനൊരറിവ് കൊടുക്കണം. നിന്നെ കൊല്ലുവാൻ നോക്കിയിരുന്നവർ എല്ലാവരും മരിച്ചുപോയി. ആ സാത്താനും തൻ്റെ സൈന്യം മുഴുവനും തോൽവിയടഞ്ഞു. അവർക്കിനിയും ജയമില്ല, അവർ തോറ്റുപോയി. യേശുവിൻ്റെ നാമം ജയിക്കുന്നു. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനോ അവന് നിത്യജീവൻ നൽകുവാൻ ഈ സുവിശേഷം ഇന്നും ശക്തിയോടെ നിന്റെ ചെവികളിലെത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നാം വിശ്വസിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാം പ്രാപിക്കുന്നതായ സന്തോഷം, ഒരുപക്ഷെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ നമ്മുടെ കയ്യിൽ അനേക വടികളൊക്കെ ഉണ്ടായിരിക്കാം, അനേക ഉപദേശങ്ങളും പ്രാർത്ഥനാ വീര്യങ്ങളും ഒക്കെ നമ്മൾക്കുണ്ടായിരിക്കാം. ഒരു കാര്യം സത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, നിന്നെ വകവരുത്തുവാൻ നോക്കിയിരുന്നവർ മുഴുവനും മരിച്ചുപോയി എന്ന് നീ വിശ്വസിക്കുന്നുവോ? എങ്കിൽ മാത്രമേ നിനക്ക് മിഥ്യാൻ ദേശത്തു നിന്ന് ഫറവോൻ്റെ അടുത്തേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. അഗ്നിശോധനയുടെ ദിവസങ്ങൾ നിനക്ക് കാണുവാൻ കഴിയണമെങ്കിൽ, നിനക്ക് സന്ദർശിക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ ഒന്ന് നീ വിശ്വസിക്കണം, നിന്നെ കൊന്നൊടുക്കുവാൻ കഴിവുള്ളവരാരും ഇനിയും മിസ്രൈമിൽ ശേഷിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ മിസ്രൈമിൽ അവൻ്റെ ശക്തി തീർന്നുപോയി. അതിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടത്തി നിന്നെ ഈ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം, നായകനായി, സൈന്യാധിപനായി നിന്റെ മുൻപിലുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. ഗോഡ് ബ്ലെസ് യു.